ഹലോ. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഡ്യൂട്ടിയാണ് തേങ്ങ ഉണക്കലും കൊപ്പര ആക്കലൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു. ഇത് അവസാന ഘട്ടത്തിലാണ്. അപ്പം ഇന്നിത് വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടി മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളടുത്ത് തന്നെയാണ് മില്ല്, കുറച്ച് നടക്കണം. അപ്പം അത് ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്ത് ഒരു പുഴ ഉണ്ട്, അതൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പട്ടുപറമ്പ് എന്നാണ് അവിടുത്തെ പേര്. അപ്പം ഞങ്ങൾ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ചുറ്റുപാടുള്ള പാടങ്ങളും ഇതൊക്കെയാണ്. ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ കാണാനായിട്ട് നല്ല രസമുള്ളൊരു ഭാഗമാണിത്. അപ്പം ഞങ്ങളിതാ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. പിന്നെ അങ്ങോട്ട് നടന്നിട്ട് ആ പുഴൻ്റെ അപ്പുറത്താണ് കേട്ടോ ഈ മില്ലൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ പുഴ കടക്കാൻ വേണ്ടിയിട്ട് അവിടെ പാലമുണ്ട്. അപ്പോൾ പാലം കടന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാനും അതക്കുട്ടിയും പിന്നെ നമ്മുടെ താത്തയും കൂടി ഉണ്ട് കേട്ടോ. താത്തൻ്റെ മോളും ഉണ്ട്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങളതാ അപ്പുറത്തേക്ക് കടന്നതാ പോത്തിനൊക്കെ ആളുകൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നു, മില്ലെത്തി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടോ, വൈകുന്നേരം ആയിക്കണം ഞങ്ങൾ പോകാനായിട്ട്. അപ്പോൾ അവിടെ പോയപ്പം അവർ പറഞ്ഞു ഇന്ന് ഇത് കിട്ടും എന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതുമോൾക്ക് നോട്ട്ബുക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മദ്രസയിലേക്കുള്ള. അപ്പം ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് വരാം, അപ്പോഴേക്കും നിങ്ങൾ ഇത് റെഡിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നോട്ട്ബുക്കും പേന അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയി. അപ്പം അവർ പൊടിച്ചിട്ടില്ല. അവർ പറഞ്ഞു എന്തായാലും ഇന്ന് നടക്കില്ല, ഇനി നിങ്ങൾ നാളെ പോരെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലൊരു വല്യപ്പാനെ കണ്ടിട്ടോ. വല്യപ്പ നല്ല ആസ്വദിച്ചിട്ട് പാട്ട് കേട്ടിട്ട് ചായ കുടിക്കുകയാണ്. അപ്പം ആളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. നല്ല ഈ പ്രായത്തിലും ആസ്വാദനത്തിനൊന്നൊരു കുറവില്ലാതെ ആസ്വദിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ആ വല്യപ്പാൻ്റെ പാട്ടും ആസ്വാദനമൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ പോയി അങ്ങനെ ഞങ്ങൾ അയാളെ പാട്ടും ഇതൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വരികയാണ്. ഇനി നാളെയും പോകണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വരുന്ന വഴിയിൽ കുറേ കുളവാഴൊക്കെ വിരിഞ്ഞ് നിന്നിരുന്നു കേട്ടോ. അതൊക്കെ അതക്കുട്ടി പറിച്ചെടുത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ അതക്കുട്ടീൻ്റെ ഹിബിൻ്റെ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളത്തേത് നമുക്ക് കാണാം. പിറ്റേ ദിവസമായി. അപ്പം ഞങ്ങൾ വീണ്ടും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇന്നലെ പറഞ്ഞതാണല്ലോ ഇന്നാണ് കിട്ടുക എന്ന്. അപ്പം ഞങ്ങൾ ഇന്നും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം പോണ വഴിയിൽ ഓർക്കാപ്പുളിയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഓരോന്നൊക്കെ തിന്നു. ഞങ്ങളിങ്ങനെ പോവുകയാണ്. പാടത്ത് നമ്മുടെ പുഴവരമ്പിലൂടെ ഇങ്ങനെ നടന്ന് പോയി. അങ്ങനെ അവിടെ എത്തിയപ്പം അതക്കുട്ടിക്ക് പോയ പാടന്നെ ഐസ്ക്രീം വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും മില്ലിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയപ്പോൾ കൊപ്പര ആട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ് കുറച്ച് നിങ്ങൾ ഇരിക്കണം എന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. വെളിച്ചെണ്ണയൊക്കെ ആട്ടി ഞങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ ഓരോ ചായക്കടിയൊക്കെ കുടിച്ചു. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല ജാഥ വരുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം ഭീകര ജാഥ ആണ്, പ്രകടനം പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓടി റോഡിന്മേൽ പോയി കുറച്ച് നേരം ജാഥ ഒക്കെ കണ്ടു നിന്നു. സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടായിരുന്നു, UDFൻ്റെതായിരുന്നു ജാഥ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ തിരിച്ചു. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ മനസ്സിന്റെ വികാരം അത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ